ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 1 വായിക്കാം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തത്ക്ഷണാത് നിഗമകൽപതരോർഗളിതം ബലം ശുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത ത ഏകദാ തു മുനയ പ്രാതർഹുതഹുതാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാത്. ഋഷയ ഓജു. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിതോ വിദുഃ വേത്തത്വം സൗമ്യ തത്സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയുഃ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം പുംസാമേകാന്തതശ്രേയ തന്നഃ ശംസിതുമർഹസി പ്രായേണാൽപായുഷഃ സഭ്യ കലാവസ്മിൻ യുഗേ ജനാ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗച അതഃ സാധോത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി നഃ ശ്രദ്ധദാനാനാം യേനാത്മാ സംപ്രസീദതി സൂതജ്ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ തന്നഃ ശുശ്രൂഷമാണാനാം അർഹസ്യങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച ആപന്നഃ സംസൃതിം ഘോരാം യന്നാമ വിവശോ ഗൃണൻ തതഃ സദ്യോ വിമുച്യേത യദ്ബിഭേതി സ്വയം ഭയം യത്പാദസംശ്രയാസൂത മുനയ പ്രശമായന സദ്യ പുനന്ത്യുപസ്പൃഷ്ടാ സ്വർധുന്യാപോനുസേവയാ കോ വാ ഭാഗവതസ്തസ്യ പുണ്യശ്ലോകേഡ്യകർമ്മണ ശുദ്ധികാമോ ന ശൃണുയാത് യശഃ കലിമലാപഹം തസ്യ കർമാണ്യുതാരാണി പരിഗീതാനി സൂരിഭിഃ
ബ്രൂഹി ന ശ്രദ്ധാനാനാം ലീലയാ ദധത കലാ അഥാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭാ ലീലാവിദധത സ്വൈരം ഈശ്വരസ്യാത്മമായയാ വയം തു ന വിതൃപ്യാമ ഉത്തമശ്ലോകവിക്രമേ യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷ കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ ത്വം നഃ സന്ദർശിതോ ധാത്രാ ദുസ്തരം നിസ്തിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ഠാമധുനോപേതേ ധർമ്മക്കം ചരണം ഗത. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ പ്രഥമോധ്യായഃ. ഈ പ്രഥമസ്കന്ധത്തിലെ പ്രഥമോധ്യായം മംഗളാചരണത്തോടുകൂടി തുടങ്ങുന്നു. അതിങ്ങനെയാണ്: ഈ ലോകത്തിൻ്റെ ജന്മസ്ഥിതിലയങ്ങൾ ആരിൽ നിന്നാണോ നിരന്തരമായ ചേർച്ച കൊണ്ടും മറിച്ചുള്ള നില കൊണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ, ആരിൽ നിന്നാണോ സർവഭൂതങ്ങളും ബോധസ്വരൂപനായി ഇരിക്കുന്നത്, സ്വപ്രകാശനായി ഇരിക്കുന്നത്, സങ്കല്പശക്തിയാൽ ബ്രഹ്മദേവന് വേദത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തത്, ആരിൽ നിന്നാണോ വിദ്വാൻമാർ പോലും മൂഢരായി തീർന്നിരിക്കുന്നുവോ, യാതൊരുവങ്കൽ അതായത് ആരിൽ നിന്നാണോ തേജസ്, വെള്ളം, മണ്ണ് എന്നിവയ്ക്ക് തമ്മിൽ രൂപമാറ്റം ഏതുപോലെയോ അതുപോലെ മൂന്ന് വിധം മായാഗുണങ്ങളുടെ സൃഷ്ടി ഉള്ളതായി തോന്നപ്പെടുന്നുവോ അല്ലെങ്കിൽ തോന്നുന്നുവോ, തൻ്റേതായ മഹിമയാൽ എപ്പോഴും മായാലക്ഷണമായ കപടത്തെ തികച്ചും വിട്ടുനിൽക്കുന്ന ശാശ്വതമായ എന്നുമുള്ള പരമാത്മസ്വരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. മഹാമുനിയായ ശ്രീ വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ടതായ ഈ ശ്രീ മഹാഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ മറ്റുള്ളവരുടെ ശ്രേഷ്ഠതയ്ക്ക് അല്ലെങ്കിൽ ഉത്കർഷത്തിന് അസഹിഷ്ണുതയില്ലാത്ത സജ്ജനങ്ങളുടെ ഫലകാംക്ഷ എന്ന കാപട്യം നിശേഷം വിട്ടിരിക്കുന്ന അത്യുത്തമമായ കർമ്മകാണ്ഡവിഹിതമായുള്ള ധർമ്മം പരമാർത്ഥഭൂതവും പരമസുഖപ്രദവും ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്നുള്ള മൂന്ന് വിധം താപങ്ങളെ വേരറുത്തു വിടുന്നതുമായ ജ്ഞാനകാണ്ഡ പ്രോക്തമായ ബ്രഹ്മതത്വം ഇതിൽ നിന്ന് തന്നെ അറിയപ്പെടാവുന്നതാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങളാൽ ഈശ്വരൻ ഹൃദയത്തിൽ ഉടൻ തന്നെ അവരോധിക്കപ്പെട്ടു എന്ന് വരുമോ? ഈ ഭാഗവതത്തിൻ്റെ വിഷയത്തിലാകട്ടെ കേൾക്കാൻ ആഗ്രഹം കൊള്ളുന്ന പുണ്യാത്മാക്കളാൽ അപ്പോൾ തന്നെ ഈശ്വരൻ ഹൃദയത്തിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവരോധിക്കപ്പെടുന്നു. അല്ലയോ രസജ്ഞന്മാരെ, രസികരെ, രസവിശേഷണ ഭാവനയിൽ നൈപുണ്യമുള്ള അഭിജ്ഞന്മാരെ, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ കനിയായിട്ടുള്ളതും അല്ലെങ്കിൽ ഫലമായിട്ടുള്ളതും ശുഖമുഖാത് ശുഖമഹർഷിയാകുന്ന കിളിയുടെ മുഖത്ത് നിന്ന് ഭാഗ്യവശാൽ താഴോട്ട് ഉതിർന്നു വീണതും പരമാനന്ദമാവുന്ന അമൃതരസത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതും ഭാഗവതം എന്നു പേരുള്ളതുമായ രസത്തെ പരമാത്മാവിൽ ലയം വന്നിരിക്കുന്ന അവസ്ഥയെങ്കിലും മോക്ഷം സിദ്ധിച്ചിരിക്കുന്ന വേളയിലും കൂടി വീണ്ടും വീണ്ടും പാനം ചെയ്യുവിൻ.
ആദ്യത്തെ 3 ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ വായിച്ചത്. അതിൽ മംഗളാചരണമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ശ്ലോകങ്ങളിൽ ആദ്യത്തേത് ഇഷ്ടദേവതാനുസ്മരണ രൂപമായ മംഗളാചരണമാണ്. നാനാ പുരാണ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും മനസ്സന്തോഷം ലഭിക്കായകയാൽ, മനഃപ്രസാദം ലഭിക്കായകയാൽ ശ്രീ വേദവ്യാസമുനി നാരദോപദേശം അനുസരിച്ച് ഭഗവത് ഗുണാനുവർണ്ണനപരമായ ശ്രീ ഭാഗവതശാസ്ത്രം രചിച്ചു. ശിഷ്ടാചാരപ്രകാരം തുടക്കത്തിൽ ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്കായി അതിലെ പ്രതിപാദ്യ വസ്തുവായ പരമതത്വത്തെ ധ്യാനിച്ചിരിക്കുന്നു. ധർമ്മപ്രോജിത കൈതവഹ എന്ന ശ്ലോകത്തിൽ, 2ാമത്തെ ശ്ലോകത്തിൽ ഭാഗവതശാസ്ത്രത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കപ്പെട്ടു. കർമ്മം, ജ്ഞാനം, ഭക്തി എന്നിവയെ വിഷയീകരിച്ചിട്ടുള്ള സർവശാസ്ത്രങ്ങളെക്കാളും ഭാഗവതത്തിന് വൈശിഷ്ട്യം കൂടുമെന്ന് കേൾവിക്കാരെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. നിഗമത് കൽപ്പതരോ എന്നാദിയായ 3ാമത്തെ ശ്ലോകമാകട്ടെ സർവശാസ്ത്രഫല സ്വരൂപമായ ഭാഗവതരസത്തെ ആസ്വദിക്കാൻ സഹൃദയന്മാർക്ക് നൽകുന്ന ആകർഷകമായ ഒരു ആഹ്വാനമാണ്. ഇനി കഥയിലേക്ക് നമുക്ക് കടക്കാം. നൈമിഷം എന്നു പേരുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ശൗനകാദികളായ മുനിമാർ വിഷ്ണു സാലോക്യത്തെ ഉദ്ദേശിച്ച് 1000 ആണ്ടുകൊണ്ട് അവസാനിക്കേണ്ടുന്ന യാഗത്തെ അനുഷ്ഠിച്ചു കൊണ്ട് ഇരുന്നു. അപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞ ആ മുനിമാർ സൽകൃതനായി സുഖത്തോടെ ഇരിക്കുന്ന സൂതനോട് ബഹുമാനത്തോടെ ഈ വിധം ചോദിച്ചു: ഹേ പാപരഹിത അനഘ, അങ്ങയാൽ ഇതിഹാസങ്ങളോടുകൂടിയ പുരാണങ്ങളും മാത്രമല്ല ഏതേത് ധർമ്മശാസ്ത്രങ്ങളുണ്ടോ അവയും അധ്യയനം ചെയ്യപ്പെട്ടിരിക്കുന്നു, വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അല്ലയോ സൂത, ജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ഉയർന്നിട്ടുള്ള സർവജ്ഞാനനിധിയായ ശ്രീ വേദവ്യാസ മഹർഷി ഏതേതെല്ലാം അറിയുന്നുവോ, പരത്തെയും അവരത്തെയും, അതായത് സഗുണ നിർഗുണ ബ്രഹ്മങ്ങളെ അറിയുന്നവരായ മറ്റുള്ള മുനിമാരും ഏതേതെല്ലാം അറിയുന്നുവോ അതെല്ലാം അവരുടെ അനുഗ്രഹം കൊണ്ട് ശരിയായ രൂപത്തിൽ അങ്ങും അറിയുന്നു. ഹേ ശാന്തശീല, ഗുരുനാഥന്മാർ സ്നേഹമുള്ള ശിഷ്യന് രഹസ്യവും കൂടി ചൊല്ലിക്കൊടുക്കും എന്നത് തീർച്ചയാണ്. അല്ലയോ ദീർഘായുസ്സുള്ള സുത, അതാത് ഗ്രന്ഥങ്ങളിൽ അതാതിടത്ത് മനുഷ്യർക്ക് അഴിവില്ലാത്ത, അതായത് ഏകാന്തതയുള്ള ശ്രേയസ്സിനുള്ള വഴി അങ്ങയാൽ വിവേചിച്ച് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. യാതൊന്നാണോ അത് വളച്ചുകെട്ടലില്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ അർഹിക്കുന്നു. ഹേ സഭ്യ, ഈയുള്ള കലികാലത്തിൽ ആളുകൾ മിക്കവാറും ആയുസ് കുറഞ്ഞവരും, അതായത് അല്പായുസ്സുള്ളവരും, മടിയന്മാരും, ബുദ്ധിശക്തി ക്ഷയിച്ചവരും, ഭാഗ്യം കുറഞ്ഞവരും, രോഗാനർത്ഥങ്ങളാൽ പീഡിതന്മാരും ആകുന്നുവല്ലോ. അനേകം അനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടവയും വെവ്വേറെയായി കേൾപ്പാൻ കൊള്ളാവുന്നവയും ആയ ശാസ്ത്രങ്ങൾ അനേകമുണ്ട്. ആകയാൽ ഹേ സൗഭാഗ്യ, ഇവയിൽ വെച്ച് സാരമായത് യാതൊന്നാണോ, യാതൊന്നുകൊണ്ട് ഞങ്ങളുടെ അന്ധക്കരണം നല്ല പോലെ തെളിയുറ്റതായി ഭവിക്കുമോ അതിനെ ബുദ്ധിശക്തി കൊണ്ട് കണ്ടെടുത്ത് ശ്രദ്ധാലുക്കളായ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അല്ലയോ സൂത, അങ്ങ് അറിയുന്നുണ്ട്, ഞങ്ങൾക്ക് നന്മ ചേരട്ടെ. ഭക്തജനങ്ങളുടെ പരിപാലകനായിരിക്കുന്ന ശ്രീ മഹാവിഷ്ണു യാതൊരു കാര്യത്തിൻ്റെ നിർവഹണത്തിനുള്ള അഭിലാഷത്താൽ വസുദേവരുടെ പത്നിയായ ദേവകീ ദേവിയിൽ ജനിച്ചുവോ അതിനെക്കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് യഥാക്രമം വിസ്തരിച്ചു പറയുവാൻ താങ്കൾ അർഹിക്കുന്നു. ഹേ സംപൂജ്യ, യാതൊരു ആ ഭഗവാന്റെ അവതാരം സമസ്ത ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും, അതായത് ക്ഷേമത്തിനും വളർച്ചയ്ക്കും ഉതകിയതാണ്. ഭയങ്കരമായ സംസാരക്ലേശത്തെ പ്രാപിച്ചിരിക്കുന്ന മനുഷ്യൻ പോലും അവശനായിട്ട് തന്നെത്താൻ അറിയാതെ
യാതൊരു ഭഗവാന്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് അതിൽ നിന്ന് സംസാര ദുഃഖത്തിൽ നിന്ന് ഉടനടി വിമുക്തനായി ഭവിച്ചേക്കും. ഭയം എന്നത് യാതൊന്നോ അതുതന്നെ സ്വയം ഭയപ്പെടുത്തുന്നു. അല്ലയോ സൂത, യാതൊരു ഭഗവാന്റെ തൃപ്പാദം മാത്രം ആശ്രയമായിട്ടുള്ളവരും പ്രകർഷമായ ശാന്തവൃത്തിയെ അവലംബിച്ചവരുമായ മാമുനിമാർ ആരോ അവരുടെ സമ്പർക്കത്തിൽ മാത്രം സേവിതരായി അപ്പോൾ തന്നെ ശുദ്ധി വരുത്തുന്നു. ഗംഗാജലമാകട്ടെ തുടർച്ചയായി നടത്തുന്ന സേവനം കൊണ്ട് മാത്രമേ ശുദ്ധി വരുത്തുന്നുള്ളൂ. വിശുദ്ധ കീർത്തിമാന്മാരായ മഹാത്മാക്കളാൽ കീർത്തനീയങ്ങളായ കർമ്മങ്ങളോട് കൂടിയിരിക്കുന്ന ആ ശ്രീ ഭഗവാന്റെ കലികാല മാലിന്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന കീർത്തിയെ, ആത്മശുദ്ധിയെ ആഗ്രഹിക്കുന്ന ആർ തന്നെ കേൾക്കുകയില്ല. ലീല കൊണ്ട് കലകളെ, അതായത് ബ്രഹ്മരുദ്രാദി മൂർത്തി ഭേദത്തോടെ ധരിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ മഹത്വമുള്ളവയും പരമവിദ്വാൻമാരാൽ പാടിപ്പുകഴ്ത്തപ്പെട്ടവയുമായ കർമ്മങ്ങളെ ശ്രദ്ധാലുക്കളായ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ബുദ്ധിമാനായ സൂത അതിനും പുറമെ സ്വച്ഛന്തമായി തൻ്റെ യോഗമായ കൊണ്ട് ക്രീഡകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവസമർത്ഥനായ ശ്രീ ഹരിയുടെ മംഗളകരങ്ങളായ അവതാര കഥകളെ പറഞ്ഞു തന്നാലും യാതൊന്നിനെ കേട്ടുകൊണ്ടിരിക്കുന്ന രസികർക്ക് ഓരോ വാക്കിലും മേൽക്കുമേൽ ആസ്വാദനം അനുഭവപ്പെടുന്നുവോ അങ്ങനെയുള്ള പുണ്യകീർത്തിമാനായ ശ്രീ ഹരിയുടെ വീര്യാതിശയ ശ്രവണത്തിൽ ഞങ്ങൾ ആരും തന്നെ സംതൃപ്തരാകുന്നില്ല. കപടതയാൽ മനുഷ്യനായി നടിച്ചവനും ആർക്കും അറിഞ്ഞുകൂടാത്തവനും സർവജ്ഞാന സമ്പന്നനുമായ ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടി അതിമാനുഷങ്ങളായ വീരകൃത്യങ്ങളെ ചെയ്തിരുന്നു പോൽ കലികാലം വന്നതിനെ അറിഞ്ഞ് ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ നീണ്ടകാലം കൊണ്ട് മുഴുമിക്കുവാനുള്ള ഒരു യജ്ഞത്തോടു കൂടി ഇരിക്കുന്നവരായ ഞങ്ങൾ ശ്രീകൃഷ്ണന്റെ കഥയിൽ അവസരം പാർത്തിരിക്കുകയാണ്. അതായത് കഥ കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്. മനുഷ്യരുടെ സത്വഗുണത്തെ, മനഃശുദ്ധിയെ നശിപ്പിക്കുന്ന കലികൃതമായ സംസാര ദുഃഖത്തെ കടക്കുവാൻ പ്രയാസമേറിയ സമുദ്രത്തെ പോലെ തികച്ചും കടക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് കടത്തുകാരനായിട്ട് അങ്ങ് ദൈവത്താൽ കാണിച്ചു തരപ്പെട്ടവനാകുന്നു. യോഗങ്ങൾക്ക്, അതായത് കർമ്മം, ജ്ഞാനം, ഭക്തി എന്നിങ്ങനെ 3 തരംതിരിച്ചിരിക്കുന്ന യോഗങ്ങൾക്ക് ഫലദാതാവും ബ്രഹ്മജ്ഞന്മാർക്ക് ഹിതകാരിയും ധർമ്മത്തിന് രക്ഷാകവചവും ആയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ധാമമായ വൈകുണ്ഠത്തെ ഇപ്പോൾ പ്രാപിച്ചിരിക്കെ ധർമ്മം ആരെ ആശ്രയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തരിക. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മുനിമാരുടെ ചോദ്യങ്ങൾക്കുത്തരമായി ഉഗ്രസ്രവസ് എന്ന സൂതൻ പ്രഭാഷണം ചെയ്യുന്ന രൂപത്തിലാണ് ശ്രീ മഹാഭാഗവതത്തിൻ്റെ അവതാരണം. ഈ 1-ാം അധ്യായത്തിൽ സൂതനോടുള്ള ഋഷിമാരുടെ ചോദ്യങ്ങളെ സാമാന്യമായി ഇങ്ങനെ ക്രോഡീകരിക്കാം. മനുഷ്യന് ശാശ്വതമായ ശ്രേയസ്സുണ്ടാവാൻ പ്രയോജനപ്പെടുത്തുന്ന ധർമ്മമേത്, സർവശാസ്ത്ര സാരമേത്, സർവേശ്വരൻ്റെ സർഗാദി ലീലകളേവ, അംശാവതാര കഥകളേവ, വിശേഷിച്ചും കൃഷ്ണാവതാര ചരിതങ്ങളേതെല്ലാം, കലിയുഗത്തിൽ ധർമ്മത്തിന് ശരണപ്രദൻ ആര്? ഈ പ്രശ്നങ്ങളെ ആസ്പദിച്ചാണ് മേലിൽ സൂതൻ ചെയ്യുന്ന ഭാഷണങ്ങൾ. ഇതി ശ്രീമദ്ഭാഗവതേ പ്രഥമസ്കന്ധേ പ്രഥമോധ്യായഃ സമാപ്തം.